സർവ സൃഷ്ടികളുമൊന്നായി പുകഴ്ത്തിടുന്ന സൃഷ്ടാവിനെ സ്തുതിക്കും ഞാൻ. സർവ സൃഷ്ടികളുമൊന്നായി പുകഴ്ത്തിടുന്ന സൃഷ്ടാവിനെ സ്തുതിക്കും ഞാൻ. ഈ ശോണിതലത്തിൽ ജീവിക്കുന്ന നാളെല്ലാം ഘോഷിച്ചിടും പൊന്നുനാഥനെ. ശോണിതലത്തിൽ ജീവിക്കുന്ന നാളെല്ലാം ഘോഷിച്ചിടും പൊന്നുനാഥനെ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. ദൈവം നാമോഹത്തപ്പെടുമാറാകട്ടെ. ഇന്ന് എന്നെ ശ്രവിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മെ ചേർത്തുകൊള്ളുവാനായി വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. നാം ഈ ദിവസങ്ങളിൽ ദൈവം ബോധിച്ച വ്യക്തി എന്നുള്ള വിഷയത്തെക്കുറിച്ച് പഠിക്കുകയായിരുന്നല്ലോ. ദാവീദിനോടുള്ള ബന്ധത്തിലാണ് നാം കാണുന്നത് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള വ്യക്തി, ദൈവം ബോധിച്ച വ്യക്തി എന്നുള്ളതൊക്കെ. ദൈവം ബോധിച്ച വ്യക്തി എങ്ങനെയായിരിക്കും, എങ്ങനെ ഗുണമുള്ളവനായിരിക്കുമെന്ന് ദാവീദിൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നാം നോക്കി. 13 കാര്യങ്ങൾ നാം നോക്കി. ഇന്ന് നമുക്ക് 14-ാമത്തെ കാര്യം നോക്കാം. 14-ാമത്തെ കാര്യം ദൈവത്തോട് കൂടെ നടക്കുന്ന ദാവീദ്. ദൈവത്തോട് കൂടെ നടക്കുന്ന ദൈവം, ദാവീദിനെക്കുറിച്ച് നമുക്ക് ഓർക്കുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് ചിന്തിക്കുവാനുള്ളത് 1 ശമൂവേൽ 16:13 വാക്യമാണ്. 1 ശമൂവേൽ 16:13 വാക്യത്തിൽ നാം കാണുന്നത്, യഹോവയുടെ ആത്മാവ് അന്നു മുതൽ ദാവീദിന്മേൽ വന്നു. യഹോവയുടെ കൂടെ നടക്കുവാൻ ആഗ്രഹിക്കുന്ന ദാവീദിന്റെ കൂടെ ദൈവമുണ്ടായിരുന്നു, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് ദാവീദിനോട് കൂടെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. 1 ശമൂവേൽ 16:18 വാക്യത്തിൽ നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. യഹോവയും അവനോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ദാവീദിനെക്കുറിച്ച് പല കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. അവൻ കിന്നര വായനയിൽ നിപുണനും പരാക്രമശാലിയും യോദ്ധാവും വാക്ചാതുര്യമുള്ളവനും കോമളനുമാവുന്നു. യഹോവയും അവനോട് കൂടെ ഉണ്ടെന്ന്. ദൈവത്തോടു കൂടെ നടക്കുവാൻ നടക്കുന്ന ദാവീദിനോട് കൂടെ ദൈവം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ 1 ശമൂവേൽ 18:12 വാക്യത്തിൽ നമുക്ക് കാണുന്നത് അത് തന്നെയാണ്. യഹോവ ദാവീദിനോട് കൂടി ഇരിക്കുകയും, അവിടെയും നമ്മൾക്ക് കാണുന്ന യഹോവ ദാവീദിനോട് കൂടെ ഇരുന്നു എന്നുള്ളതാണ്. യഹോവ ദാവീദിനോട് കൂടെ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ദാവീദ് ദൈവത്തോടു കൂടെ ഇരിക്കുവാൻ ആഗ്രഹിച്ചു എന്നുള്ള ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. സങ്കീർത്തനം 27:4 വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, അവിടെ ദാവീദ് പറയുകയാണ്, ഞാൻ യഹോവയുടെ ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. ഇവിടെ ദാവീദ് ഒരു രാജാവാണ്, ഒരു രാഷ്ട്രത്തിൻ്റെ രാജാവാണ്. എന്നാൽ ദാവീദിൻ്റെ ആഗ്രഹം നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. യഹോവയുടെ മനോഹരത്വം കാണണം, അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിക്കണം, യഹോവയുടെ ആലയത്തിൽ പാർക്കണം എന്ന് വെച്ചാൽ ദാവീദിൻ്റെ ആഗ്രഹം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, യഹോവയോട് കൂടെ ഇരിക്കണം എന്നുള്ളതായിരുന്നു. അതുകൊണ്ടാണ് യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, യഹോവ ദാവീദും യഹോവയോട് കൂടെ ജീവിപ്പാൻ, അതുതന്നെ യഹോവയുടെ മനോഹരത്വം കാണുവാൻ, യഹോവയുടെ ആലയത്തിൽ പാർക്കുവാൻ ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് സങ്കീർത്തനം 63:1 വാക്യത്തിൽ നാം കാണുന്നത്, ദൈവമേ നീ എൻ്റെ ദൈവം, അതികാലത്ത് ഞാൻ നിന്നെ അന്വേഷിക്കും, വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു, എൻ്റെ ദേഹം നിനക്കായി കാംക്ഷിക്കുന്നു. ഇവിടെ പറയുന്നത് ഒരു വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശം ദൈവത്തിനായി അല്ലെങ്കിൽ വെള്ളത്തിനായി കാംക്ഷിക്കുന്ന പോലെ ദാവീദും
ദൈവത്തിനായി കാംക്ഷിക്കുന്നു, ദൈവത്തിൻ്റെ സഹിത്വം അവൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ദൈവത്തിൻ്റെ സഹിത്വം ഉണ്ടായിരുന്നതുകൊണ്ട് അവന് ഭയമുണ്ടായിരുന്നില്ല. ആ ദൈവം അവനോട് കൂടെ ഉണ്ട് എന്നുള്ളത് അവന് നിശ്ചയമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ദാവീദിന് ഗോലിയാത്തിനെ, തന്നേക്കാൾ എത്രയോ ശക്തിയുള്ള ഗോലിയാത്തിനെ വെറും ഒരു കല്ലുകൊണ്ട് കൊല്ലുവാനായിട്ട് സാധിച്ചത്. ഗോലിയാത്തിൻ്റെ വാളെടുത്താണ് ദാവീദ് ഗോലിയാത്തിനെ കൊല്ലുന്നതെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. കാരണം ദൈവത്തോട് കൂടെ നടക്കുന്ന ദാവീദിനെ നമ്മൾ കാണും. ദൈവം അവനോട് കൂടെ ഉണ്ടെന്നുള്ളത് ശരിയാണ്. എന്നാൽ മാത്രമല്ല, ദൈവത്തോട് കൂടെ നടക്കുന്ന ദാവീദിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഏത് സാഹചര്യത്തിലും ഭയമില്ലാതെ ജീവിക്കാൻ സാധിച്ചത് ദാവീദ് ദൈവത്തോട് കൂടെ നടക്കുന്നതുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. സങ്കീർത്തനത്തിലുള്ള ഉടനീളം ദൈവം ദാവീദിനോട് കൂടിയിരിക്കുന്ന അനുഭവത്തെക്കുറിച്ച്, ദൈവം എന്നോട് കൂടെയുണ്ട് എന്നുള്ള അനുഭവത്തെക്കുറിച്ച് ദാവീദ് വർണ്ണിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമുക്ക് 144 സങ്കീർത്തനത്തിൻ്റെ 1-2 വാക്യത്തിൽ അത് ദാവീദ് പറയുകയാണ്. 144 സങ്കീർത്തനം: എൻ്റെ പാറയാവുന്ന യഹോവേ, നീ വാഴ്ത്തപ്പെട്ടവൻ. അവൻ യുദ്ധത്തിന് എൻ്റെ കൈകളെയും പോരിന് എൻ്റെ വിരലുകളെയും അഭ്യസിപ്പിക്കുന്നു. എൻ്റെ ദയയും എൻ്റെ കോട്ടയും എൻ്റെ ഗോപുരവും എൻ്റെ രക്ഷകനും എൻ്റെ പരിചയും ഞാൻ ശരണമാക്കിയവനും എൻ്റെ ജനത്തെ എനിക്ക് കീഴാക്കി തരുന്നവനും അവൻ തന്നെ. സകല മഹത്വവും ദൈവത്തിന് കൊടുക്കുന്ന, ദൈവത്തോടു കൂടെ നടക്കുന്ന ദാവീദിനെ നമുക്ക് കാണുവാനായിട്ട് ഇവിടെ സാധിക്കും. അതുപോലെ തന്നെ 138 3-7 വാക്യത്തിൽ നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. കർത്താവ് പറയണ ഏതവസ്ഥയിലും ദാവീദ് കർത്താവിനെ വിളിക്കുമ്പോൾ ദാവീദിൻ്റെ അടുക്കൽ സാന്നിധ്യം ദാവീദ് അനുഭവിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് 138 3 വാക്യത്തിൽ: ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ ആ സമയത്ത് തന്നെ നീ എനിക്ക് ഉത്തരമരളി, എൻ്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു. 7 വാക്യത്തിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത്: ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും. എൻ്റെ ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ നീ കൈനീട്ടും. നിൻ്റെ വലങ്കൈ എന്നെ രക്ഷിക്കും. അതാണ് ദാവീദിൻ്റെ ധൈര്യം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. കർത്താവ് അത് 139 സങ്കീർത്തനത്തിൽ ഉടനീളം നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. അവൻ പറയുകയാണ്: കർത്താവേ, ഞാനിരിക്കുന്നു, എഴുന്നേൽക്കുന്നു, നീ അറിയുന്നു. എൻ്റെ നിരൂപണം നീ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു. എൻ്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് പറയുകയാണ്: ഞാൻ സ്വർഗത്തിൽ കയറിയാൽ, 8 വാക്യത്തിൽ കാണുന്ന, ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്. പാതാളത്തിൽ എൻ്റെ കിടക്ക വിരിച്ചാലും നീ അവിടെയുണ്ട്. ഞാൻ ഉഷസ്സിൽ ചിറക് ധരിച്ച് സമുദ്രത്തിൻ്റെ അറ്റത്ത് എന്ന് പാർത്താൽ അവിടെ നിൻ്റെ കൈ എന്നെ നടത്തും, നിൻ്റെ വലം കൈ എന്നെ പിടിക്കും. എപ്പോഴും ദാവീദ് ദൈവത്തോട് കൂടെ നടന്നു. ദൈവം ദാവീദിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് മാത്രമല്ല, ദാവീദിൻ്റെ കൂടെ ദൈവമുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 143 സങ്കീർത്തനത്തിൽ 143 8 വാക്യത്തിൽ നാം കാണുന്നത്: ഞാൻ നടക്കേണ്ടുന്ന വഴി എന്നെ അറിയിക്കണമേ, ഞാൻ എൻ്റെ ഉള്ളം നിങ്കിലേക്ക് ഉയർത്തുന്നുവല്ലോ. അപ്പോൾ ഓരോ നിമിഷവും ദാവീദ് ദൈവത്തോട് ചോദിച്ചുകൊണ്ട് എന്തിനു വേണ്ടി ചോദിക്കുകയാണ്? ഞാൻ നടക്കേണ്ടുന്ന വഴി, അതുപോലെ 10 വാക്യത്തിൽ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ, നീ എൻ്റെ ദൈവമാകുന്നുവല്ലോ. അപ്പോൾ അങ്ങനെ ജീവിച്ച ദാവീദിനോട് കൂടെ ദൈവമുണ്ടായിരുന്നു. ദാവീദ് ദൈവത്തോടു കൂടെ ഇരിക്കുവാനായിട്ട് ആഗ്രഹിച്ചു. അതുകൊണ്ട് ദാവീദിനോട് കൂടെ ദൈവം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഏത് സാഹചര്യത്തിലും അവൻ പതറാതെ അവൻ ധൈര്യത്തോടു കൂടെ ജീവിക്കുവാനായിട്ട് സാധിച്ചു എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഗോലിയാത്തിൻ്റെ മുമ്പിൽ ഭയമില്ലാതെ നിൽക്കുവാൻ സാധിച്ചത്, ശൗൽ തന്നെ ഉപദ്രവിച്ചപ്പോൾ, ശൗലിനെ കൊല്ലുവാനായിട്ട് ഒരു ചാൻസ് കിട്ടിയപ്പോൾ ശൗലിനെ കൊല്ലാതിരുന്നത്, അതും നമുക്ക് ദൈവം ദാവീദോട് കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അവൻ്റെ ജീവിതത്തിൽ തെറ്റുപറ്റി, പാപം അവൻ്റെ ജീവിതത്തിൽ വന്നു. അപ്പോൾ ദാവീദ് അപ്പോഴും പറയുന്നത് നമുക്ക് 21 സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്: നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. നിന്റെ വടിയും കോലും, അടി കിട്ടിയതും അവൻ തെറ്റ് ചെയ്തപ്പോൾ അടിച്ചതും പറയുകയാണ്, അത് ആശ്വസിപ്പിക്കുന്നു എന്നുള്ളതാണ് പറയുവാനായിട്ട് സാധിച്ചത്. കാരണം അവൻ്റെ ആഗ്രഹം ദൈവത്തോട് കൂടെ ജീവിക്കണം എന്നുള്ളതായിരുന്നു. ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നു. പരിശുദ്ധാത്മാവും ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നു.
അവൻ്റെ ജീവിതത്തിൽ അവൻ ദൈവത്തോടു കൂടെ ജീവിക്കുവാനായിട്ട് ആഗ്രഹിച്ചു. അതുകൊണ്ട് അവന് അവന് അവനെക്കുറിച്ച് കർത്താവ് പറയുമ്പോൾ എനിക്ക് ബോധിച്ച വ്യക്തി, എൻ്റെ ഹൃദയപ്രകാരമുള്ള വ്യക്തി, എൻ്റെ ഇഷ്ടം ചെയ്യുന്ന വ്യക്തി എന്നൊക്കെ ദാവീദിനോട് പറയുവാനായിട്ട് സാധിക്കൂ. പ്രിയ സഹോദരിമാരെ, ഈ സർവശക്തനായ ദൈവം നമ്മളോട് കൂടെ ഉണ്ട് എന്നുള്ളത് ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ നാം കാണുന്നത്, യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 9-30 വാക്യത്തിൽ നാം കാണുവാനായിട്ട് സാധിക്കുന്നത്, ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകുകയില്ല, ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയില്ല. അവയെ തന്നിരിക്കുന്ന എൻ്റെ പിതാവ് എല്ലാവരിലും വലിയവൻ, പിതാവിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയുകയില്ല. ഞാനും പിതാവ് ഒന്നാകുന്നു. ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷകനായിട്ട് സ്വീകരിച്ച് ഏവർക്കും ദൈവമക്കളാകുവാനായിട്ട് ദൈവം അധികാരം കൊടുത്തു. മാത്രമല്ല, നാം യോഹന്നാൻ 3:16 വായിക്കുന്ന പോലെ, അവൻ ദൈവത്തെ കൈക്കൊണ്ട് 3:16 വായിക്കുന്ന പോലെ തൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. കർത്താവ് ഈ ലോകത്തെ സ്നേഹിച്ചുകൊണ്ട് ഈ ലോകത്തിലേക്ക് വന്നത് നമുക്ക് നിത്യജീവൻ നൽകുന്നതിന് വേണ്ടിയാണ്. കർത്താവ് തൻ്റെ ജീവനെ നമുക്ക് പകരമായിട്ട് കൊടുത്തത്, പാവമറിയാത്ത കർത്താവ് നമുക്ക് വേണ്ടി പാപമാക്കിയത് നമുക്ക് നിത്യജീവനെ നൽകുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ നമ്മൾക്ക് വേണ്ടി ഈ ലോകത്തിലേക്ക് വന്നു. ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായിട്ട് ഈ ലോകത്തിലേക്ക് വന്നു. നമ്മുടെ പാപങ്ങളെ ചുമന്ന് നമ്മൾ രക്ഷിക്കുന്നതിന് വേണ്ടി കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നേറ്റുന്ന അവൻ സ്വർഗത്തിൽ ജീവിക്കുകയാണ്. ആ കർത്താവ് നമുക്ക് നിത്യജീവൻ നൽകുന്നതിന് വേണ്ടിയാണ് നമ്മൾക്ക് വേണ്ടി സഹിച്ചത്. ആ കർത്താവ് പറയുകയാണ്, ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകുകയില്ല, ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറക്കുവാനും സാധിക്കുകയില്ല. അവയെ തന്നിരിക്കുന്ന എൻ്റെ പിതാവ് എല്ലാവരും വലിയവൻ, പിതാവിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറപ്പാൻ ആർക്കും കഴിയുകയില്ല. അതേ, കർത്താവിൻ്റെ രക്തം കൊടുത്ത് നമ്മളെ വിലയ്ക്ക് വാങ്ങിയതുകൊണ്ട് നാം കർത്താവിന് വേണ്ടി പ്രഷ്യസ് ആണ്, നാം വിലയേറിയവരാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ കയ്യിൽ നമ്മളെ പിടിച്ചു പറപ്പാനായിട്ട് ആർക്കും സാധിക്കുകയില്ല. നമ്മൾ സുരക്ഷിതരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നാം വിലയേറിയവരാണ്. മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 23-29 വാക്യത്തിൽ നാം കാണുന്നത്, മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 29 വാക്യത്തിൽ നാം കാണുന്നത്, എന്നാൽ നിങ്ങളുടെ തലയിലെ രോമവും എല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു, ആകയാൽ ഭയപ്പെടേണ്ട. കർത്താവ് പറയാണ്, നിങ്ങളുടെ തലയിലെ എല്ലാ രോമങ്ങളും എണ്ണപ്പെട്ടിരിക്കുക. ഒരു ദിവസം എത്ര തലമുടി നമ്മുടെ തലയിൽ നിന്ന് നിലത്ത് വീഴുന്നുണ്ടെന്ന് നമുക്കറിയത്തില്ല. അത് കർത്താവ് പറയുന്നു. നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിലുണ്ടായ എല്ലാ കാര്യങ്ങളും, എല്ലാ സംഭവങ്ങളും, നാം ആഗ്രഹിക്കാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ, നാം തകർന്ന സമയത്ത്, എന്തുകൊണ്ടെന്ന് ചോദിച്ച സമയത്ത്, ഈ സമയത്തെല്ലാം കർത്താവ് നമ്മളോട് കൂടെ ഉണ്ടായിരുന്നു. മാത്രമല്ല, കർത്താവ് എല്ലാം അറിഞ്ഞിട്ടും അനുവദിച്ചിട്ടുമാണ് നമ്മുടെ ജീവിതത്തിലുള്ള ഓരോ നിമിഷവും കടന്നുപോയതെന്ന് നാം മനസ്സിലാക്കണം. ഇവിടെ പറയാണ്, നിങ്ങളുടെ തലയിലെ രോമവും എല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ ഭയപ്പെടേണ്ട. നമ്മുടെ കൈ പിടിച്ച കർത്താവ് നമ്മൾ രക്ഷിച്ച കർത്താവാണ്. മാത്രമല്ല, നമ്മുടെ തലയിലെ എല്ലാ രോമങ്ങളും എണ്ണപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് നാം എത്ര ഭാഗ്യവാന്മാരാണ്, നാം എത്ര വിലയേറിയവരാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. കർത്താവ് നമ്മളോട് കൂടിയുണ്ട്. എന്നാൽ ദിവസം പ്രതിയുള്ള ജീവിതത്തിൽ കർത്താവിനോട് കൂടിയിരിപ്പാൻ, കർത്താവിൻ്റെ മനോഹരത്വം കാണുവാൻ, കർത്താവിൻ്റെ മഹത്വം കാണുവാൻ, കർത്താവിനോട് ഒത്തുവസിപ്പാൻ ആഗ്രഹിപ്പാൻ, അങ്ങനെ ഒരു ജീവിതം നയിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അങ്ങനെ നാം ജീവിച്ചാൽ കർത്താവ് നമ്മെക്കുറിച്ചും പറയും, എനിക്ക് ബോധിച്ച വ്യക്തി, എൻ്റെ ഹൃദയപ്രകാരമുള്ള വ്യക്തി, എൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുന്ന വ്യക്തി. അങ്ങനെ നമ്മളെക്കുറിച്ച് പറയുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. അതിനായി കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. സിയോനിൽ വാണിടുവാനായി വിളിച്ചു തന്റെ ശ്രേഷ്ഠോപ